പള്ളിത്തർക്കത്തിൽ സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് ഹൈക്കോടതി. യാക്കോബായ വിഭാഗത്തെ സമാധാനിപ്പിച്ച് നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത് സർക്കാരിന്റെ കഴിവുകേടാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. പള്ളിത്തർക്കത്തിൽ വലിയ രീതിയിലുള്ള ഒരു കുറ്റപ്പെടുത്തൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സർക്കാരിനുണ്ടാകുന്ന സാഹചര്യം, സുപ്രീംകോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. വിവരങ്ങൾ നൽകാൻ രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, യാക്കോബായ വിഭാഗത്തെ സമാധാനിപ്പിച്ച് നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്, അല്ലാതെ സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാനല്ല. സർക്കാരിന്റെ കഴിവുകേട് ഇതിൽ കൂടി ദൃശ്യമാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞ സാഹചര്യം എന്താണ്? ലക്ഷ്മി, ഈ പള്ളിത്തർക്ക വിഷയത്തിൽ നേരത്തെ തന്നെ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചതാണ്. പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് വിട്ടു നൽകണമെന്നുള്ളതായിരുന്നു വിധി. പക്ഷേ ഈ വിധി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്നാണ് ഹൈക്കോടതി ഇന്ന് ഈ ഹർജികൾ പരിഗണിച്ച വേളയിൽ പറഞ്ഞിരിക്കുന്നത്. കോടതിയിലക്ഷ ഹർജികളാണ് നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. പള്ളിത്തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ യാതൊരു വിധത്തിലും നടപടികൾ എടുത്തില്ലെന്നാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ വിമർശന സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത്. യാക്കോബായ വിഭാഗത്തെ സമാധാനിപ്പിച്ച് നിർത്താനായിരുന്നു സർക്കാർ ശ്രമിച്ചത്. ഇന്ത്യൻ ഭരണഘടനയാണ് പ്രധാനം. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ നടപടിയെടുക്കേണ്ടതായിരുന്നു. ക്രമസമാധാന പ്രശ്നം ഉണ്ടെന്നാണ് നിലവിൽ സർക്കാരും ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത്. എത്ര കാലം ഇത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും ഹൈക്കോടതി ചോദ്യമുയർത്തുകയും ചെയ്തിട്ടുണ്ട്. പള്ളികൾ കൈമാറാനായിട്ടോ അല്ലെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കാനായിട്ടോ സർക്കാർ ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ല. ഇത് സർക്കാരിന്റെ കഴിവുകേടാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചിട്ടുള്ളത്. ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് 2 ആഴ്ചയ്ക്കുള്ളിൽ സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാൻ ശ്രമിക്കും. ഇത് സംബന്ധിച്ചുള്ള നടപടി റിപ്പോർട്ടും ശേഷം ഹൈക്കോടതി മുൻപാകെ സമർപ്പിക്കാമെന്നാണ് അഡീഷണൽ എജി ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹർജികൾ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ കൂടി സർക്കാരിന് ഹൈക്കോടതി നൽകുകയും ചെയ്തു. അതായത് ഈ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്നവർ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ബലപ്രയോഗം ഇക്കാര്യത്തിൽ പാടില്ല എന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സൗഹാർദ്ദപരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് തങ്ങളുടെ ശ്രമമെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അതിനുശേഷം നടപടി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാമെന്നും അഡീഷണൽ എജി വ്യക്തമാക്കിയിട്ടുണ്ട്. നാളുകളായിട്ട് തന്നെ ഈ വിഷയത്തിൽ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ ക്രമസമാധാന വിഷയം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗഹാർദ്ദപരമായിട്ട് ഈ വിഷയം പരിഹരിക്കണമെന്നുള്ളതാണ് ഈ കോടതിയലക്ഷ്യ ഹർജിയിലടക്കം നാളുകളായിട്ട് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഉടനടി ഒരു നടപടി സ്വീകരിക്കണം. സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാനുള്ളതാണ് എന്നുള്ളൊരു നിലപാട് ഇന്ന് ഹൈക്കോടതി കർശനമായിട്ട് സ്വീകരിച്ച പശ്ചാത്തലത്തിൽ ഉടനടി ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് അഡീഷണൽ എജിയിലൂടെ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള നടപടി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുകൂടി ഹൈക്കോടതി ഇന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.